എല്ലാവർക്കും അടുക്കള രുചിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു മീനച്ചാറാണ്. അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ നെത്തോലി എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കിയ ശേഷം 3/4 കിലോയാണ്. കഴുകി വൃത്തിയാക്കിയ നെത്തോലിയിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, കുറച്ച് ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി അച്ചാറിന് ആവശ്യമുള്ള മറ്റ് സാധനങ്ങൾ: 2 ഉണ്ട വെളുത്തുള്ളി നീളത്തിൽ കീറിയത്, വലിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ചെറിയ 25 കാന്താരി മുളക് ഒന്ന് പൊട്ടിച്ചെടുത്തത്, 1 സ്പൂണ് കടുക്, 1/2 സ്പൂണ് ഉലുവ, 2 വറ്റൽ മുളക്, കറിവേപ്പില. കാന്താരി മുളക് ഇല്ലെങ്കിൽ അതിന് പകരം 3 പച്ചമുളക് അരിഞ്ഞെടുക്കുക. ഇനി അച്ചാറിന് വേണ്ടുന്ന മറ്റ് സാധനങ്ങൾ: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി, ഉപ്പ്, നല്ലെണ്ണ, വിനാഗിരി. ഇനി മീനൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണയ്ക്ക് പകരം വെളിച്ചെണ്ണയും ഉപയോഗിക്കാം. ഒരുപാട് നാള് വെക്കാനാണെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി മീന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം മീൻ വറുത്തെടുക്കാൻ. മീൻ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകാതെ നോക്കണം. വറുക്കാനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഒട്ടും പൊടിയാതെ നമുക്ക് വറുത്തെടുക്കാം. 3/4 ഭാഗം മൂത്ത് കഴിയുമ്പോൾ തന്നെ മീൻ കോരി മാറ്റണം. ഇപ്പോൾ മീൻ മൂത്തിട്ടുണ്ട്. ഇനി കോരി മാറ്റാം. ഇപ്പോൾ മീനെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ചീൻചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കൂട്ടുകളെല്ലാം ഇട്ട് മൂപ്പിച്ച ശേഷം മീൻ വറുത്ത എണ്ണ മിച്ചം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ആദ്യം കടുക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഉലുവ ഇടാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കാം. ഇനി ഇഞ്ചി അരിഞ്ഞത് ഇടാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള കാന്താരി മുളക് ചേർക്കാം. ഇനി ഇതിലേക്ക് വറ്റൽ മുളകും കൂടെ ഇടാം. ഇപ്പോൾ ചേർത്ത് കൊടുത്ത കാന്താരി മുളക് ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 2 സ്പൂണ് എരിയുള്ള മുളക് പൊടി, 3 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 'നമ്മളിങ്ങനെ തീ അണച്ച ശേഷം പൊടികൾ ചേർക്കുന്നത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഉലുവ വറുത്ത് പൊടിച്ചതാണ്, 1/2 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. ഇനി ഇതിലേക്ക് വിനാഗിരി ചേർക്കാം. രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള മീൻ കൂടി ചേർക്കാം.
ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മീൻ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ അടി കൂട്ടി ഇളക്കി കൊടുത്താൽ മതി. മീനൊന്നെടുത്ത് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉപ്പോ എരിയോ എന്തെങ്കിലും കുറവാണെന്ന് തോന്നിയാൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. എണ്ണ കുറവാണെങ്കിൽ എണ്ണയും ഒഴിച്ചു കൊടുക്കാം. എണ്ണ കുറവായതുകൊണ്ട് കുറച്ച് എണ്ണ കൂടി ചേർത്തിട്ടുണ്ട്. മീൻ വറുത്ത എണ്ണ മിച്ചം ഉണ്ടെങ്കിൽ നമ്മൾ പൊടികളെല്ലാം ചേർത്ത ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഞങ്ങൾക്ക് മീൻ വറുത്ത എണ്ണ മിച്ചമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ വേറെ എണ്ണ കുറച്ച് ചേർത്ത് കൊടുത്തത്. എരിയൊക്കെ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞങ്ങൾ കുറച്ച് മാത്രം വിനാഗിരിയെ ചേർത്തിട്ടുള്ളൂ. വിനാഗിരി കൂടുതൽ ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. അവസാനം എണ്ണ ഒഴിച്ചു കൊടുത്തത് കൊണ്ടാണ് അതൊന്നും കൂടെ ഒന്ന് ചൂടാക്കുന്നത്. എണ്ണയൊക്കെ പാകമാണെങ്കിൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. അവസാനം 2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ നെത്തോലി അച്ചാർ റെഡി ആയിട്ടുണ്ട്. നെത്തോലിക്ക് അധികം വിലയൊന്നുമില്ല, അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇന്നത്തെ ഈ അച്ചാർ ഉണ്ടാക്കിയത് അമ്മയാണ്. അച്ചാർ നന്നായി ആറിയ ശേഷം മാത്രം ഒരു കുപ്പി ഭരണിയിലേക്ക് മാറ്റുക. അച്ചാർ ഒരു ഭരണിയിലേക്ക് മാറ്റിയ ശേഷം എണ്ണ കുറവാണെങ്കിൽ കുറച്ച് എണ്ണ ചൂടാക്കി തണുത്ത ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പികളുമായിട്ട് കാണുന്നതായിരിക്കും. അതുവരെയും എല്ലാവർക്കും നന്ദി.